തണ്ണിമത്തൻ കഴിച്ചാൽ മരണം സംഭവിക്കുമോ? കേൾക്കുമ്പോൾ തമാശയായി തോന്നാം. പക്ഷേ ചിലർക്കെങ്കിലും ഈ മധുരമുള്ള പഴം ഒരു വില്ലനായി മാറാറുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയണ്ടേ? തണ്ണിമത്തനിൽ പൊട്ടാസ്യം ധാരാളമുണ്ട്. വൃക്കരോഗമുള്ളവർ അമിതമായി തണ്ണിമത്തൻ കഴിച്ചാൽ രക്തത്തിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കൂടാൻ കാരണമായേക്കാം. ഇത് ഹൃദയമിടിപ്പിന് വ്യതിയാനങ്ങൾ വരുത്താനും ഗുരുതരമായ സാഹചര്യങ്ങളിൽ ഹൃദയാഘാതത്തിന് വരെ കാരണമായേക്കാമെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തണ്ണിമത്തൻ നടുമ്പോഴോ വളർത്തുമ്പോഴോ ഉപയോഗിക്കുന്ന മാരകമായ കീടനാശിനികളോ കൃത്രിമമായി നിറം വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളോ, ഉദാഹരണത്തിന് എറിത്രോസിൻ അല്ലെങ്കിൽ ലെഡ് ക്രോമേറ്റ്, ഇതൊക്കെ ഉള്ളിൽ ചെന്നാൽ വിഷബാധ ഉണ്ടാവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാം. തണ്ണിമത്തൻ മുറിച്ചു വെച്ച ശേഷം ദീർഘനേരം പുറത്തു വയ്ക്കുകയോ വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ സൂക്ഷിക്കുകയോ ചെയ്താൽ അതിൽ ബാക്ടീരിയകൾ വളരാൻ സാധ്യതയുണ്ട്. ഇത് കഴിച്ചാൽ ഗുരുതരമായ അണുബാധ ഉണ്ടായ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. പുറത്തുനിന്ന് മുറിച്ചു വെച്ച തണ്ണിമത്തൻ വാങ്ങി കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിൽ കൊണ്ടുവരുന്ന പഴം നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. കൂടാതെ അമിതമായ അളവിൽ ഒരിക്കലും തണ്ണിമത്തൻ കഴിക്കരുത്. നിങ്ങൾ വാങ്ങുന്ന തണ്ണിമത്തൻ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ മറക്കരുത്. പ്രകൃതിദത്തമായ രീതിയിൽ തണ്ണിമത്തൻ കഴിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഒരു ലൈക്ക് അടിക്കൂ. നിങ്ങളുടെ അറിവിൽ തണ്ണിമത്തൻ കഴിച്ച് ആർക്കെങ്കിലും അസുഖം വന്നതായി കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.